വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. സെറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ ഇനിയുള്ള 45 ദിവസങ്ങൾ ഞാൻ എന്ത് ചെയ്യണം മിസ്സേ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയുള്ള 45 ദിവസങ്ങൾ മതി നിങ്ങൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ. പക്ഷേ അല്പം ഹാർഡ് വർക്കിന് വേണ്ടി മനസ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നത് മാത്രം. 3 മുതൽ 4 മണിക്കൂർ വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സമയം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. ഇനി ജോലിക്ക് പോകാത്തവരാണെങ്കിൽ അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും അല്ലെ. സിലബസ് എടുത്തു വെച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര ദിവസം കൊണ്ട് എനിക്ക് സെറ്റ് പാസ്സാകാൻ സാധിക്കില്ല എന്നൊന്നും മനസ്സിനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കില്ല. എപ്പോഴും കോൺഫിഡൻസ് കൈവിടരുത് എന്നുള്ളതാണ്. നമ്മൾ ഈ 45 ദിവസം CC എങ്ങനെയാണ് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു ടൈം ടേബിൾ ഉണ്ട്. അപ്പൊ 45 ദിവസമാകുമ്പോൾ ചിലപ്പോ കുറച്ചധികം കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതവിടെ നിങ്ങളുടെ മെന്റർ പറയുന്ന രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പോർഷൻസ് നോക്കുമ്പോൾ ഇവിടെ ആർട്ടിക്കിൾസ് പഠിക്കണം, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണം, ഡാൻസ് ഫോം പഠിക്കണം, എഡ്യൂക്കേഷണൽ ഫിലോസഫി പഠിക്കണം, റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി പഠിക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജി, മീനിങ്, സ്കോപ്പ്, ഫീൽഡ് ഓഫ് സൈക്കോളജി, ഇതെല്ലാം പഠിക്കണം. ഈ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്നും എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഭാഗങ്ങൾ മാത്രമാണ് ഡീപ്പായിട്ട് പഠിക്കേണ്ടതെന്നും നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആപ്പ് ക്ലാസ്സുകൾ കണ്ട് സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാവുന്നതുമാണ്. അപ്പൊ കൃത്യമായ പഠന രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കാര്യം ക്ലിയർ ആയിട്ട് നടക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ഡെയിലി വർക്കൗട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്നുണ്ട്. സബ്ജക്റ്റിനായാലും ശരി, ഈ പറഞ്ഞ ജനറൽ പേപ്പറിനായാലും ശരി, ഡെയിലി വർക്കൗട്ട് ഉണ്ട് അല്ലെ. അതുപോലെ വീക്ക്ലി റിവിഷൻ ഉണ്ട്. ഈ സമയത്തിനുള്ളിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു തീർത്തിരിക്കണം. അതുപോലെ തന്നെ വീക്ക്ലി വരുന്ന എക്സാമും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? എഴുതിയിരിക്കണം. അപ്പൊ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് 2016 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ പോർഷനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന പോർഷൻസ് ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ പഠിക്കാൻ സാധിക്കൂ. അല്ലാതെ ഒരാളിനെ കൊണ്ട് ഇത്രയും പോർഷൻസ് ഓരോ ദിവസം പഠിച്ചു തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ സെക്കൻഡ് ഡേ വരുമ്പോൾ ഇതുപോലെ കുറച്ചധികം പോർഷൻസ് ഉണ്ടല്ലേ. അവിടെ പ്രപ്പോസിഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കണം, 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി, സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെല്ലാം ഇവിടെ പഠിക്കണം. പക്ഷെ 120 ഡേയ്സിൽ അല്ലെങ്കിൽ 90 ഡേയ്സിൽ പഠിച്ച് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ അത്രയും പോർഷൻസ് അവരെ പഠിച്ച് വന്നിട്ടുണ്ടാകില്ല. കുറച്ചും കൂടെ പോർഷൻ കുറവായിട്ടായിരിക്കും പഠിച്ചു വന്നിട്ടുണ്ടാകുക. ഒരുപക്ഷെ അവരെ പഠിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം റിവിഷനിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും. അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം, ഇപ്പോഴത്തെ സമയപരിമിതിയും ആ സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക. സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക. ആ ഗോൾ മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിള് ആ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. തനിച്ച് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അതിനുള്ള സമയം. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും അനാലിസിസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അനാലിസിസ് ചെയ്യാനുള്ള സമയം, ഒരു ക്വസ്റ്റ്യന് തന്നെ ഒത്തിരി അധികം സമയം എടുക്കും. പക്ഷേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരു ടീച്ചറിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ
വളരെ കുറച്ച് സമയം മാത്രം മതി. അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ തനിയെ പഠിക്കണം. അതോ ഒരു സപ്പോർട്ടോടു കൂടി, ഒരു മെന്റർ സപ്പോർട്ടോടു കൂടി, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി പഠിക്കണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അവിടെ ഡിസിഷൻ നിങ്ങളുടെ മാത്രമാണ്. അത് ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് കൊണ്ടോ അവിടെ കാര്യമില്ല. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്, അല്ലെ? നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്താലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടതില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇത്തവണ നിങ്ങൾ എന്തായാലും സെറ്റ് ക്രാക്ക് ചെയ്തിരിക്കണം. ഇപ്പൊ തേർഡ് ഡേ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇത്രയും പോർഷൻസ് ആണ്. ഞാൻ ഇത് ഒത്തിരി തവണ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നതാണ്. പല ടൈം ടേബിളിലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ പോർഷൻസ് എല്ലാം. ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാകും. അത് നിങ്ങളുടെ സിലബസിനുള്ളിലും ഉണ്ടാകും. ആ സിലബസിനുള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആപ്പ് ക്ലാസ്സിലൂടെ വിശദീകരിച്ചിരിക്കുന്ന ആ പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ 6ാമത്തെ ഡേ കഴിഞ്ഞു. 6ാമത്തെ ഡേ കഴിയുമ്പോൾ അടുത്ത് നമ്മൾ എന്താണ്, 7ാമത്തെ ദിവസമാകുമ്പോൾ റിവിഷൻ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ പഠിച്ചു പോവുക. ചില ദിവസങ്ങളിൽ നിങ്ങൾ അധികം പഠിക്കേണ്ടി വരും. ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കേണ്ടി വരുള്ളൂ. മാത്സ് ഒക്കെ വരുമ്പോ നോക്കൂ, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ? ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ചിലപ്പോൾ മാത്സിന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കാണുള്ളൂ, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ കാണും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സിന്റെ ക്വസ്റ്റ്യനേ കാണത്തില്ല. അപ്പൊ ടീച്ചർ പറയുന്ന പോർഷൻസ് മാത്രം പഠിച്ച് മുന്നോട്ട് പോവുക. എന്നിരുന്നാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ 10th ലെവലില് എന്നോട് സയൻസ് പഠിക്കാൻ പറഞ്ഞു. സയൻസിലാകുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്. പിന്നെ എനിക്ക് മാത്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഇതെല്ലാം 10th ലെവലിലാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം ഓർഡർ ആയിട്ട് പഠിച്ചു വരികയാണ്. അവിടെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾ എവിടെ എത്തത്തില്ല, ലാസ്റ്റ് ആ യൂണിറ്റിലോ അതിന്റെ മൊഡ്യൂളിലോ എത്തത്തില്ല എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമാണ്. ആർക്കും മുഴുവനായിട്ട് സിലബസ് കവർ ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള 45 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. ഓഗസ്റ്റ് 2-ാം തീയതി തന്നെയാണ്. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട. എക്സാം കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതിയതെന്നും സ്വയം ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇനിയുള്ള 45 ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. CCയോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ CCയിലെ കുട്ടികളെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വീക്ക്ലി 5 ലൈവ് സെക്ഷൻസ് ആണ്. അതുപോലെ മോക്ക് ടെസ്റ്റ് 2016 മുതൽ 2026 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്ത് വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ടും ഉണ്ടാകും. അപ്പോൾ CCയോടൊപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി വീണ്ടും കാണാം. താങ്ക് യു.